ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് റെഡിമെയ്ഡ് സെപ്റ്റി ടാങ്ക് എങ്ങനെ കണക്ട് ചെയ്യാമെന്നും അതിൻ്റെ ഓവർഫ്ലോ അതുപോലെ തന്നെ അതിലേക്ക് വരുന്ന ഡീറ്റെയിൽസ് കണക്ഷൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നാണ് നമ്മളിന്ന് വീഡിയോയിൽ നോക്കുന്നത്. ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതായത് എങ്ങനെയാണ് സെപ്റ്റി ടാങ്കിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. നിങ്ങൾക്ക് കയറി നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് സെപ്റ്റി ടാങ്ക് വന്നിരിക്കുന്നത് റെഡിമെയ്ഡ് സെപ്റ്റി ടാങ്കാണ് വന്നിരിക്കുന്നത്. നമുക്ക് താഴെ മണ്ണിൽ കുഴിച്ചിടുന്ന രീതിയിലുള്ള വാർക്കയുടെ ടൈപ്പാണ് വന്നിരിക്കുന്നത്. ആദ്യമേ തന്നെ അതിൻ്റെ ഇന്നാണ് ഈ കാണുന്നത്. ഇതിൻ്റെ താഴെ ഇവിടെ നിന്ന് തൊട്ട് ഏകദേശം ഇത്രയും നീളം വരുന്ന സെപ്റ്റി ടാങ്കാണ് വരുന്നത്. അതായത് അത്യാവശ്യം വലുപ്പമുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ ആദ്യമേ തന്നെ ഇത് കണക്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു മെയിൻ ഹോൾ കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യം. സെപ്റ്റി ടാങ്കിന് മുന്നേ മാൻ ഹോൾ കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ്, അതായത് ബ്ലോക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ ഈ പറഞ്ഞ രീതിയിൽ മാൻഹോൾ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ എവിടെയാണ് ബ്ലോക്ക് എന്നൊന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഏത് പോർഷനിലേക്കാണ് തുടങ്ങുന്നതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ മാൻഹോൾ കൊടുത്തിരിക്കുന്നത്. മാൻഹോൾ കൊട്ടുന്നതിന് നമ്മളിത് കെട്ടുന്നതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സ്ലോപ്പ് കാര്യങ്ങൾ കറക്റ്റായിട്ട് ഒന്ന് ഒഴുകി പോകുന്ന രീതിയിലായിരിക്കണം അതിൻ്റെ കാര്യങ്ങൾ കൊടുക്കുന്നതിന് ഉള്ളളവ് ഭയങ്കര കുറവുമായിരിക്കണം. അതാണ് നമ്മളിവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ആദ്യമേ തന്നെ മാൻഹോളിലേക്കാണ് ഈ പറയുന്ന 4 ഇഞ്ച് നമ്മൾ എല്ലാ ബാത്റൂമുകളിൽ നിന്നും കണക്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് വരുന്നു. അതിൽ നിന്ന് നേരെ പറയുന്ന സെപ്റ്റിക്കിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. സെപ്റ്റി ടാങ്കിൻ്റെ ഉള്ളിൽ 3 അറകളാണുള്ളത്. ഇതെല്ലാം കറക്റ്റ് ചെയ്ത് ഓരോന്നിൻ്റെ ഫംഗ്ഷൻ വർക്ക് ചെയ്ത് അവസാനം വരുന്ന വെള്ളം മാത്രം, അതായത് വെള്ളം മാത്രമായിട്ടാണ് ഓവർഫ്ലോ ഇതിലേക്ക് പുറത്തേക്ക് പോകുന്ന സെപ്പറേറ്റ് ഒരു കുഴിയാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 1 മീറ്റർ വീതി, അതായത് നമ്മുടെ സ്ഥലത്തിനനുസരിച്ച് വരുന്ന രീതിയിൽ നമുക്ക് സെപ്റ്റി ടാങ്കിൻ്റെ ഓവർഫ്ലോ കുഴി കൊടുക്കാം. അത് നേരെ ഒരു 4 ഇഞ്ച് പൈപ്പ് തന്നെയാണ് അതിൻ്റെ ഔട്ട് വരുന്നത്. അത് അതായത് സ്ലോപ്പ് ചെയ്ത രീതിയിലാണ് നമുക്ക് എപ്പോഴും ഈ പറയുന്ന സെപ്റ്റി ടാങ്ക് ഇടേണ്ടത്. അതായത് ജസ്റ്റ് ഇതിലേക്ക് ഓവർഫ്ലോയിലേക്ക് താങ്ങി നിൽക്കുന്ന രീതിയിലാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഈ സെപ്റ്റി ടാങ്ക് റെഡിമെയ്ഡ് സെപ്റ്റി ടാങ്ക് ആണെങ്കിലും ഏത് സെപ്റ്റി ടാങ്ക് ആണെങ്കിലും ഉപയോഗിക്കുന്നതിന് മുന്നേ എല്ലാം അതിൻ്റെ അകത്ത് മൊത്തം വെള്ളം നിറച്ച് ഫില്ല് ചെയ്തിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ലെവലൊന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടോ, ഇത് നമ്മൾ സ്പീഡ് ലെവലാണ് വെച്ചിരിക്കുന്നത്. സ്പീഡ് ലെവൽ വെച്ചതിന് ശേഷം എങ്ങനെയാണ് നമുക്ക് ഇടേണ്ടത് എന്ന് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഓവർഫ്ലോയിലേക്ക് താഴ്ന്നിരിക്കുന്ന രീതിയിലാണ്, ഔട്ടിൽ നിന്ന് താഴ്ന്നിരിക്കുന്ന രീതിയിലാണ് കണക്ട് ചെയ്യേണ്ടത് കേട്ടോ. അതായത് ആ ജസ്റ്റ് ബബിൾസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. ബബിൾസ് ഇത് കണ്ടോ പൊങ്ങി നിൽക്കുന്നുണ്ടോ, അതായത് അങ്ങോട്ട് ഹൈറ്റിലാണ് ഇരിക്കുന്നത്. അതായത് പൊങ്ങിയും ഔട്ട് താഴെ ഇരിക്കണം, ഓവർഫ്ലോ താഴ്ന്നുമാണ് ഇരിക്കേണ്ടത്. അതായത് ഇന്നിലേക്ക് വന്ന് കയറി അതിൽ നിന്ന് ഓവർഫ്ലോ വരുന്നത് നേരെ താഴെ ആയിരിക്കണം ഇരിക്കേണ്ടത്. അതായത് ഇന്നിനേക്കാൾ ഏകദേശം 2 ഇഞ്ച് താഴ്ത്തിയാണ് നമ്മുടെ ഈ പറയുന്ന ഓവർഫ്ലോൻ്റെ പൈപ്പ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് വർക്ക് ചെയ്യണമെങ്കിൽ ഈ ലെവലിൽ തന്നെ ചെറിയൊരു സ്ലോപ്പിൽ വേണം നമുക്ക് ഈ പറയുന്ന റെഡിമെയ്ഡ് സെപ്റ്റി ടാങ്ക് കൊടുക്കാനായിട്ട്. അതല്ലെങ്കിൽ നമ്മൾ ഇടുന്ന സമയത്ത് മണ്ണിലിടുന്ന സമയത്ത് അങ്ങനെ വേണം ഇടാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന മാൻഹോൾ കിട്ടുന്നത് എങ്ങനെയാണെന്ന് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ മാൻഹോൾ കറക്റ്റ് ചെയ്ത് തീർന്നിട്ടില്ല, വർക്ക് കഴിഞ്ഞിട്ടില്ല. അതിന് മുന്നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് മാൻഹോളിൻ്റെ ഉള്ളിൽ നമുക്ക് കറക്റ്റ് ചെയ്ത് കാണിക്കാൻ സാധിക്കാത്തത്. മാൻഹോളിൻ്റെ ഉള്ളിൽ കറക്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് റെഡിമെയ്ഡ് സെപ്റ്റി ടാങ്കിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യുന്നതെന്നും അതിൻ്റെ ഓവർഫ്ലോ എങ്ങനെയാണെന്നും എങ്ങനെ വേണം നമുക്ക് ഉപയോഗിക്കാമെന്നും ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so late. You sip wine, I drink